ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഷെഫ് ലാറൂഡിൻ ഹിയർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ റെസിപ്പി അല്ല, ഉമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല എൻ്റെ സൗണ്ട് എന്തെങ്കിലും ഇരിക്കണത് എന്നുള്ളത്. എനിക്ക് നല്ല പനിയാണ് ഗൈസ്. എനിക്ക് പനി പിടിച്ചിട്ട് എൻ്റെ സൗണ്ട് എല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ല, ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മൾ ചെമ്മീൻ ബിരിയാണീൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ചെമ്മീനിക്ക് മസാല ഇടുന്നതാണ് കേട്ടോ. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് നല്ല വലിയ ചെമ്മീൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു 1.5 കിലോൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അതിന് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാല പുരട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് തല അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് വേണമെങ്കിൽ പൊരിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ സെപ്പറേറ്റ് മാറ്റിയിട്ട് അത് വേറെ തന്നെയാണ് കേട്ടോ പൊരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചെമ്മീന് മസാല ഇടുന്നത് കാണിക്കാം. ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ദെൻ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഈ 2 സ്പൈസസും ആഡ് ചെയ്തിട്ട് ദെൻ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റാണ് കേട്ടോ. ഇത് 3ഉം കൂടെ പേസ്റ്റ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറി ലീവ്സാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ഓർഗാനിക് ആയിട്ടുള്ള കറി ലീവ്സ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. ഇത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചുള്ളതാണ്. എൻ്റെ പ്ലേറ്റിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല ഫ്രഷ് ലീവ്സ് തന്നെയാണ് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 30 മിനിറ്റ്സ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് ഞാൻ മാറ്റി വെക്കണം കേട്ടോ. ആഫ്റ്റർ 30 മിനിറ്റ്സിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് നമുക്ക് കടക്കാം. സ്റ്റാർട്ടിങ് നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക് വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ഫ്ലേവർ നമുക്ക് കൂടുതലും. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഫ്രൈ ചെയ്തിട്ടല്ല, നമ്മളിവിടെ വേവിച്ചിട്ടാണ് എടുക്കുന്നത്. കാരണം നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളം നമുക്ക് ആവശ്യമാണ്. ആ വെള്ളത്തിൽ നിന്നാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുഞ്ഞു ചെമ്മീനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും നമ്മൾ ബിരിയാണി. പക്ഷേ വലിയ ചെമ്മീൻ വെച്ചിട്ടാണ് ട്രൈ ആക്കുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. കൂടെ തന്നെ നമുക്ക് ഈ വലിയ ചെമ്മീൻ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും വല്ലാതെ വേവില്ല, വേഗം കരിഞ്ഞു പോകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നത്. 2 കാര്യമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കിട്ടും, ചെമ്മീൻ ബിരിയാണിയുടെ ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തേത് നമുക്ക് ഇത് നന്നായി വെന്ത് കിട്ടും. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. പിന്നെ അതിന് ശേഷം നമ്മൾ ആ പാനിൽ നിന്ന് നമ്മൾ ചെമ്മീനുകളെല്ലാം മാറ്റി, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോക്കും കൂടെ മാറ്റി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 5 സവാള തിന്നായി അരിഞ്ഞതാണ് ഇട്ടിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം സവാള എടുക്കുമെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രത്തോളം സവാളയാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. മസാല ഉണ്ടോ ആ ബിരിയാണി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 5 സവാള തിന്നായി കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വഴണം, ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമ്മൾ നന്നായി വഴറ്റിയെടുത്തിട്ടാണ് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഒരു ഡാർക്ക് കളറായിട്ട് ഇരിക്കുന്നത്. നമ്മൾ സ്പൈസസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അത് ആ സവാള വയന്ന് വന്നതിൻ്റെ കളറാണ്. ഈ കളറാവുന്ന വരെ നമ്മൾ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. അതിന് ശേഷമാണ് ഞാൻ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്തത്. പിന്നെ ഞാൻ നന്നായി തിന്നാക്കി കട്ട് ചെയ്തിട്ടുള്ള ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടൊമാറ്റോ ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നന്നായി വഴറ്റി തക്കാളി ഒക്കെ നന്നായിട്ട് വയന്ന് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ സ്പൈസസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്ന് നമ്മളെ ചെമ്മീൻ സ്റ്റോക്കും അതുപോലെ തന്നെ ഗരം മസാലയും കൂടെയാണ് കേട്ടോ ഇതിന് മെയിനായിട്ട് ഫ്ലേവർ കൂട്ടുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതേപോലത്തെ കളറാവുന്ന വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആഫ്റ്റർ ദാറ്റ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ നേരത്തെ ഞാൻ ചെമ്മീൻ വേവിക്കുന്നതിലേക്ക് മസാല ഇടുമ്പോൾ ഞാൻ ഉപ്പ് ഇടുന്നത് കാണിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാനായിട്ട്.
അതിന് ശേഷം ഞാൻ മസാലയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാനിവിടെ ആഡ് ചെയ്തത് നമ്മളെ തൈരാണ്. തൈര് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളെ ചെമ്മീനും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ടൈമോട് നമ്മൾ നേരത്തെ അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വലിയ റൈസായിട്ടുള്ള ബസ്മതി റൈസ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ആവശ്യത്തിന് വേവാകുമ്പോൾ തന്നെ മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ ദമ്മിൻ്റെ സ്റ്റെപ്പായിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഇതുപോലത്തെ ഒരു പാത്രം എടുത്തതിന് ശേഷം ഫസ്റ്റ് ഞാൻ താഴെയായിട്ടുള്ള ലെയർ റൈസ് ഇട്ടു. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പ് പുതിന ആഡ് ചെയ്ത് കൊടുത്തു. വേണമെങ്കിൽ കുറച്ച് ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മൾ ഗീ ഒന്നും ആഡ് ചെയ്യാത്തത് കാരണം ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ദെൻ നമ്മൾ മസാല കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ലെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സെൻറ്റർ പോർഷനിലായിട്ടാണ് അപ്പോഴാണ് താഴത്തുള്ള റൈസിലേക്കൊക്കെ ഫ്ലേവേഴ്സ് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ നമ്മൾ സെൻറ്റർ പോർഷനിലായിട്ട് നമ്മൾ ചെമ്മീൻ്റെ മസാല ആഡ് ചെയ്തു. ദെൻ അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കി വരുന്ന റൈസും കൂടെ ഇട്ട് നമുക്ക് ദമ്മിടാൻ പോവാം. ദെൻ ബാക്കി വരുന്ന റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രൈഡ് ഓണിയൻസും അതുപോലെ തന്നെ കാഷ്യൂസ് കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മല്ലിച്ചപ്പ് മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 30 മിനിറ്റിന് ശേഷം നമ്മളെ ദമ്മ് പൊട്ടിക്കുകയാണ് കേട്ടോ. അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഉമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ളതാണ്. ഒരുപാട് ഡിഷസ് ഉണ്ട് ഉമ്മയുടെ സ്പെഷ്യലായിട്ട്. ഞാൻ ഇനി വരുന്ന വീഡിയോസിലെല്ലാം ഇൻക്ലൂഡ് ആക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പറയാൻ മറന്നൊരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇതിൻ്റെ തല നമ്മൾ സെപ്പറേറ്റ് പൊരിക്കുകയാണ് എന്നുള്ളത്. സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലിടാം. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ തന്നെ മാറ്റി പൊരിക്കാം. നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള തലയാണ് കേട്ടോ അത് നല്ല മൊരിയിച്ചിട്ട് നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള തലയാണ്. തല മാത്രമായിട്ട് പൊരിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ടേബിളിൽ സെർവ് ചെയ്ത് എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ സാലഡും പിക്കിൾസും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.